മക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം ഈശോ. അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്ന കർത്താവേ, മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, വിസ വരാത്ത അവസ്ഥകൾ, കർത്താവ് ഒഫലട്ട് വരാത്ത അവസ്ഥകൾ, പഠിക്കാൻ സീറ്റ് കിട്ടാത്ത അവസ്ഥകൾ, കർത്താവ് പരീക്ഷകൾ ജയിക്കാത്ത അവസ്ഥകൾ, വിവാഹത്തിൽ കർത്താവ് പിരിഞ്ഞ അവസ്ഥകൾ, ജീവിതങ്ങൾ കിട്ടാത്ത അവസ്ഥകൾ, മക്കളില്ലാത്ത അവസ്ഥകൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, പ്രമോഷൻ ഇല്ലാത്ത അവസ്ഥകൾ, കർത്താവ് വിശ്വാസമില്ലാത്ത അവസ്ഥകൾ, വിശ്വാസ കുടുംബ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥകൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ മക്കള് ഇപ്പൊ കണ്ണുനീരോടെ അങ്ങനെ തിരുസന്നിധി പ്രാർത്ഥിക്കുന്നുവോ ഇട്ടുനാദമ്പോൾ കർത്താവേ അങ്ങയുടെ അഭിഷേക ശക്തി അങ്ങയുടെ മക്കൾ മേൽ ആവസിക്കട്ടെ. മാർഗരോഗങ്ങള്, തീരാവേദികള്, ദുരിതങ്ങള്, തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. വളരെ നിശബ്ദതയോടെ മൗന പ്രാർത്ഥനയുടെ സമയമാണ് ഇത്. വല്ലാത്തൊരു സമയമാണ്. ഇത്രയും നേരം നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടിട്ട് ഇപ്പോഴ് ആശീർവാദത്തിന് മുമ്പുള്ള ദൈവികമായൊരു നിമിഷമാണിത്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ, അങ്ങയുടെ അമ്മയെ എൻ്റെ കൂടെ എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങ് പറഞ്ഞയക്കണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ മക്കളുടെ മേലെ വിദൂരത്തുള്ള മക്കളെ, വിദൂരമായിരുന്നിട്ട് പോലും മക്കളെ അപ്പനെയും അമ്മനെയും കാണാൻ പറ്റാത്ത മക്കളുണ്ട്. അവർക്ക് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. വിസ തടസ്സം പോലെയുള്ള കഷ്ടപ്പാടുകളുണ്ട്. ജയിലിലായിട്ടുള്ള മക്കളുണ്ട്. വിദേശങ്ങളിലൊക്കെ സ്വദേശങ്ങളിലായാലും ശരി. ഇനി മക്കളുടെ അപ്പനോടും അമ്മയോടുള്ള സ്നേഹം തണുത്തു പോയിട്ട് ചുമ്മാ ആരെങ്കിലും ഇണകളെ കണ്ടിട്ട് അവരുമായിട്ട് കറങ്ങി അടിച്ച് വെള്ളവും ഒഴിച്ച് ഒക്കെ നടന്ന് ജീവിതം തീർന്നു എന്ന് ചിന്തിച്ച് അവർക്ക് അവരോട് തന്നെ വെറുപ്പും വീട്ടുകാരോട് ഭയവും നാടിനോട് നീരസവുമായിട്ട് മാനസികമായിട്ട് അകന്നു പോയവരുണ്ട്. ഇനി പുറപ്പെട്ടു പോയവരുണ്ട്. അപ്പന്മാർ ഈ ദിവസങ്ങളിൽ ഞാൻ പല അപേക്ഷകളും കണ്ടു. ഭർത്താവ് പുറപ്പെട്ടു പോയി, 22 വർഷമായി, ഒരു പിടിയുമില്ല. അപ്പൻ പുറപ്പെട്ടു പോയി, മക്കൾ പുറപ്പെട്ടു പോയി. അവരെല്ലാം തിരികെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. ഈ സമയത്ത് പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. ഗുരുതരമായ രോഗത്തോടുകൂടി ആശുപത്രിയിൽ കിടക്കുന്നവരെ പ്രാർത്ഥിക്കുക. സാമ്പത്തികമായ കടങ്ങളാൽ വീട് നഷ്ടപ്പെടാൻ പോകുന്നവർ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കയ്യിൽ നിന്നെ രക്ഷപ്പെടുത്താനുള്ള വഴിയുണ്ട്. നീ നിന്നെക്കുറിച്ച് ചിന്തിക്കരുത്. നിൻ്റെ പഴയകാല ജീവിതം ചിന്തിക്കരുത്. നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ്റെ രക്തത്തിൻ്റെ ഈടുവെപ്പിനെ കുറിച്ച് നീ മോചന ദ്രവ്യമായി നിന്നെ വീണ്ടെടുത്തതിൻ്റെ വിശ്വാസം നീ പ്രഖ്യാപിക്കുക. ശ്രദ്ധിക്കട്ടെ. ആരാധനയിൽ വെളിപ്പെട്ട മേഖലകളിലെല്ലാം കർത്താവേ നിന്റെ ശക്തി പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. നിരച്ച് പോയിരുന്ന ആമ പെട്ടെന്ന് എന്തോ വന്ന് തട്ടിയതിന് നേരെ മലർത്തിയിട്ട് ഇനി അതിന് പോകാൻ പറ്റത്തില്ല. ഇനി അതിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകണം. കാര്യം ഇതിൻ്റെ സ്ലോയാണത്. ഇനി അതിനെ വല്ല വെള്ളത്തിലും കൊണ്ടേ വെക്കും. കർത്താവിൻ്റെ വചനമായത് കാരണം ആ ആമയെപ്പോലെ നിരച്ച് വരുന്ന വിഷയം ഇനി എടുത്തുകൊണ്ട് പോകുന്ന പോലെ സ്പീഡായിട്ട് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ള സൂചനയാണ് എൻ്റെ മനസ്സിൽ കർത്താവ് പറയാൻ വേണ്ടി ആന്തരിക പ്രേരണ ലഭിക്കണത്. ഏറ്റവും സ്ലോ ആയിട്ടുള്ളത്. അതേ രീതിയിൽ പോകാനാണെങ്കിൽ അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു മുറുക്കാൻ കടയിൽ വിട്ട് 3 കുഞ്ഞുങ്ങളെ പോറ്റാൻ നിനക്ക് ഒരിക്കലും പറ്റത്തില്ല, ആൾ കച്ചവടം ഇല്ലെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും വരുമാനത്തിൻ്റെ മാർഗം മാറണം. അങ്ങനെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അവർ കൈ ഓൺലൈനായാലും ഇവിടെയായാലും കൈ ഉയർത്തിക്കൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയിൽ പങ്കെടുത്ത് വരുമാന മാർഗങ്ങളെ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന
അവിടെ കഴിവ് അത്രേ ഉള്ളതെന്നുണ്ട് കർത്താവെ. അതിനെ അതിലംഘിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവെ അവരെ ചാരുകീറി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ ആ കുടുംബത്തിൻ്റെ മേലെ, മക്കളുടെ മേലെ കർത്താവെ, ഓരോ മക്കളുടെ മനസ്സുകളെ കർത്താവെ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി മനസ്സൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിക്കട്ടെ. വരുമാന മാർഗങ്ങൾ തുറന്നു തരുന്ന സന്ദേശത്തിന് വീണ്ടും മൗനമായി പ്രാർത്ഥിക്കട്ടെ. ശരീരത്തിൽ ശിശു വളരുന്നവരെ അവിടെയെല്ലാം കൈകൾ വെച്ചുകൊണ്ട് മനസ്സ് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതാണ്. ഞരമ്പ് ബ്ലോക്കായിരിക്കുന്നവരെ, സ്ട്രോക്കിൽ ശിരസ്സോ ഹൃദയമോ ബ്ലോക്കാകുന്നവരെ, കാല് മരവിക്കുന്നവരെ, രോഗത്തിൻ്റെ പേടികളുള്ളവരെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. തർക്കപ്പുരയുടെക്കാരെ പ്രാർത്ഥിക്കട്ടെ. വളരെ ഗുരുതരമായ രീതിയിൽ വാശിപ്പുറം നിങ്ങളെ സഹായിക്കാൻ കഴിയുമായിരുന്നിട്ടും അതുകൊണ്ട് അവർക്ക് സഹായിച്ചുകൊണ്ട് അവർക്ക് നഷ്ടമൊന്നും ഇല്ലെങ്കിൽ പോലും മനഃപൂർവ്വം സഹായിക്കാതെയും വഴിതരാതെയും തടഞ്ഞും ഒക്കെ നിങ്ങളെ പൊറുതി മുട്ടിച്ച് ശ്വാസം മുട്ടുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നാവിനെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. തളർന്നു പോയ ഒരു നാവ്, ഇനി സംസാരിക്കാൻ വാക്കില്ല, സംസാരിച്ചിട്ട് കാര്യവുമില്ല, ഇനി ഞാൻ സംസാരിച്ചത് നിർത്തി എന്ന് പറഞ്ഞിട്ട് നാക്ക് അകത്തിട്ട് തളർന്ന് കിടക്കുന്ന നാവ്, ഇനി കർത്താവ് നിനക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. ശ്രദ്ധിക്കട്ടെ. വരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ സൗഖ്യം നൽകണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ സൗഖ്യം നൽകണമേ. നീതി അനുഭവിക്കുന്നവരെ, ചിലരെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിനെ നിന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് പിരിഞ്ഞ് അവസാനം അവർ ഭർത്താവിന് കേസ് കൊടുക്കാതെ തന്നെ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ചിലവും വാങ്ങിച്ച് ഇവന് ഇപ്പോഴും ജീവിതവുമില്ല, ഇല്ലാത്ത കാശ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവൻ്റെ ജീവിതത്തിൽ ചില സ്ത്രീകൾ ഭർത്താക്കന്മാരോട് വല്ലാത്ത അനീതി കാണിക്കുന്നുണ്ട്. എന്താ കാര്യം ഞാൻ അവർ കല്യാണം കഴിച്ച് 2 പെറ്റു, അവരവിടുന്ന് കൊച്ചിനെയും കൊണ്ട് കടന്നു കളഞ്ഞു, പിന്നെ അവർക്കെതിരെ കേസ് കൊടുത്തേക്ക്. ഒരു കാര്യമില്ല, അവർക്കിവിടെ ഒന്ന് കൂടി താമസിക്കാൻ കഴിയില്ല, അതാണ് പ്രശ്നം. എന്നാൽ ഇവന് അങ്ങോട്ട് താമസിക്കാൻ പറ്റുമോ? അത് അംഗീകരിക്കത്തുമില്ല. പിന്നെ ഇവനെന്ത് ചെയ്യണം? ഇവൻ വെറുതെ കാശിങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ATM യന്ത്രം പോലെ എല്ലാ മാസവും 10,000 20,000 രൂപ അയക്കണം. അതുകൊണ്ട് ഇവന് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. ഇത് അനീതിയാണ്. അതുകൊണ്ട് അങ്ങനെ അനീതി ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചു മാറ്റിയ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ നിങ്ങൾ കർത്താവിൻ്റെ ശാപത്തിന് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ യോഗ്യതയില്ലാത്ത അവസ്ഥാനം വരും. ഇപ്പോൾ നിങ്ങൾ ജയിച്ചതായിട്ട് കാണപ്പെടുന്ന ഭാര്യയായാലും ഭർത്താവായാലും ഇപ്പം ജയിച്ചതായിട്ടൊക്കെ തോന്നുന്നുണ്ട്, നിങ്ങൾ ജയിച്ചിട്ടില്ല എന്നാണ് ഈശോ പറയണത്. 15 കൊല്ലം മാത്രമേ നിങ്ങളുടെ ഈ ഇപ്പം കാണുന്ന ഈ ക്ഷുദ്രമായ വിജയം നിലനിൽക്കത്തുള്ളൂ. ദൈവനീതി നടത്തുമ്പോൾ നിങ്ങൾ താങ്ങത്തില്ല. അതുകൊണ്ട് അനുരഞ്ജനപ്പെടുകയാണ് നിങ്ങളുടെ മുമ്പിലുള്ള ആകപ്പടെ പോംവഴി. അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി ആരും മാതാപിതാക്കന്മാർ കൂട്ടു നിൽക്കരുത്. തെറ്റ് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ അവരാണ് വരുമാനമുള്ളത്, അവനാണ് വരുമാനമുള്ളത്, അവൻ്റെ തെറ്റ് പറഞ്ഞ് എനിക്ക് ഭക്ഷണം കിട്ടത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവരെന്തെങ്കിലും ചെയ്യട്ടെ, എനിക്ക് ഭക്ഷണം കിട്ടിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ആൾക്കാരല്ല, മക്കളുടെ ആൾക്കാരാണ്.
അപ്പം നിത്യതയിൽ നിങ്ങൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞതിൻ്റെ ബലമണങ്ങൊക്കെ ഉള്ളത്. ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് എന്ന് ഈശോ പഠിപ്പിച്ചത്. അറിഞ്ഞുകൊണ്ട് വേണം ഈ വിഷയത്തിലൊക്കെ ഇടപെടാൻ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. സമാപനാശീർവാദ സമയമായി മൗനമായി പ്രാർത്ഥിക്കട്ടെ. കൈകൾ കൂപ്പി കർത്താവ് തന്ന വചനങ്ങൾക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ ആശീർവാദം വാങ്ങിക്കുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ